എല്ലാവരും വിചാരിക്കുന്ന പോലെ ഓക്കെ ആയോ എന്ന് ഒത്തിരി മെസ്സേജസ് എനിക്ക് വരും. ദയവേത് ഓക്കെ ആയോ എന്ന് ചോദിക്കും. ഓക്കെ ആവാനുള്ള ടൈം ആയിട്ടില്ല. വിശേഷങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇനോഗ്രേഷൻ ബ്രദർ സിസ്റ്റർ പോലെ കാണുന്ന രണ്ടാൾക്കാർ ഇനോഗ്രേഷൻ അതുകൊണ്ട് ഇവിടെ വരെ വന്നേ. കുറെ നാളായിട്ട് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഇവന്റ്സിനൊന്നും അങ്ങനെ പോലും കാര്യങ്ങളൊന്നും ഇല്ല. 1 year ആയിട്ട് ഇങ്ങനെ. ചേച്ചിയില്ല അരുന്ധതി ആള് ഹെൽത്തിന്റെ സ്റ്റാറ്റസ് എക്സ്റ്റഡ് ആക്ച്വലി 1 year ആയി ആക്സിഡന്റ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ടായിരുന്നു ലൈക്ക് എന്തായി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനൊരു നവംബർ ഡിസംബർ വരെ ഐ വാസ് പോസ്റ്റിംഗ് ലൈക്ക് ഇതിനെപ്പറ്റി പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിർത്തിയ കാര്യം ഈ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആയിട്ട് വരുമ്പോൾ പിന്നെ കുറെ ഇഷ്യൂസ് വരും. അങ്ങനെയാണ് ആളുടെ ഹെൽത്ത് ഫൈനാണ്. ലൈക്ക് ആ ക്രിട്ടിക്കൽ കണ്ടീഷൻ എല്ലാം കഴിഞ്ഞു. എല്ലാവരും ചോദിക്കുന്ന പോലത്തെ ആ ഒരു കണ്ടീഷൻ കഴിഞ്ഞു. പക്ഷെ സ്റ്റിൽ ആൾക്ക് ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന പോലെ എന്നിട്ട് ഓടി നടക്കാനോ അങ്ങനെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഒരു മേജർ ആക്സിഡന്റ് ആയിരുന്നല്ലോ. അപ്പൊ അതുപോലെ കുറച്ച് അപ്പൊ നടക്കും. സ്പൈൻ പ്രോബ്ലംസ് ഒന്നും ദൈവം സഹായിച്ചില്ലാത്തതുകൊണ്ട് ഇപ്പൊ നടക്കും. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു 6 month old പോലെയാണ് ആള് ബിഹേവിയർ. അപ്പൊ നമ്മൾ മെല്ലെ പഠിപ്പിച്ച് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ആളങ്ങനെ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഓക്കെ ആയോ എന്ന് ഒത്തിരി മെസ്സേജസ് എനിക്ക് വരും. ദയവേത് ഓക്കെ ആയോ എന്ന് ചോദിക്കും. ഓക്കെ ആവാനുള്ള ടൈം ആയിട്ടില്ല. ഡോക്ടേഴ്സ് അന്ന് എസ്റ്റിമേഷൻ പറഞ്ഞത് ഒരു 16 months ആയിരുന്നു. ഇപ്പൊ ഒരു 12 months ആയിട്ടേ ഉള്ളൂ. പിന്നെയും ടൈം എടുക്കും. അപ്പം ആ ഒരു അനുസരിച്ച് അപ്പൊ എനിക്ക് ഒത്തിരി കമന്റ്സും മെസ്സേജസും എന്നെ കുറെ വഴക്കോർത്തേര് പറഞ്ഞിട്ടൊക്കെ വരാറുണ്ട്. നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമാണ്. ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ന്യൂസ് ഒന്നും അതിനകത്ത് ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ വെറുതെ എല്ലാം പോസ്റ്റ് ചെയ്യാനില്ല. ആളുടെ ഫോട്ടോസ് ഒക്കെ ചോദിച്ചിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് ഐക്ക് അബ്രേഷൻ ഉണ്ട്. അപ്പൊ കാതപ്പം കാണാനിപ്പോ പഴയ പോലെ തന്നെ ഇരിക്കണമെന്നൊന്നും ഇല്ല. എനിക്കത് പുറത്ത് കാണിക്കാൻ തൽക്കാലം താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ചേച്ചിയുടെ പിക്ചേഴ്സ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. ചേച്ചിനെ കാണാൻ സെലിബ്രിറ്റീസ് ആരെങ്കിലും വരാറുണ്ട്? പലരും അത് പറയണ്ടെന്ന് പറഞ്ഞു വരുന്നവരാണ്. ഇപ്പം വളരെ മുൻനിര നിൽക്കുന്ന നായികന്മാർ ചേച്ചിമാരായാലും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഫോൺ ചെയ്തെല്ലാം തിരക്കുന്നവരുണ്ട്. ഇന്നും 1 year ആയിട്ടും. അപ്പൊ പേര് പറയുന്നില്ല. പക്ഷെ നിങ്ങളെ ചേച്ചിയൊക്കെ ആണെങ്കിലും അവരൊക്കെ ഒത്തിരി എന്നെ എന്താ പറയാ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നവരാണ്. പറയുകയാണെങ്കിൽ എല്ലാവരുടെ പേര് നമ്മൾ പറയണം. ഒരുപാട് നല്ല ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ. സോ ഗ്ലാഡ് ആ ഒരു കാര്യത്തില്. തമിഴ് ഇൻഡസ്ട്രി തമിഴ് കൂടുതലും തമിഴിൽ നിന്നായിട്ടായിരുന്നു കാര്യം കോൾസും ഹെൽപ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ചേച്ചിനെ അറിയുന്നത് തമിഴ് ഇൻഡസ്ട്രി ആണ്. അതുകൊണ്ട് അവിടെ നിന്നാണ് കൂടുതൽ ഹെൽപ്പിനൊക്കെ വന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഞാൻ മെയിൻ ആയിട്ട് അതാ പറയുന്നത്. എല്ലാവരും പ്ലീസ് പ്രേ. കാരണം ഇപ്പോഴും ആള് റിക്കവറി സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും പ്രേയേഴ്സ് വളരെയധികം നിങ്ങൾക്ക് ആവശ്യമാണ്. ചേച്ചിക്ക് ആവശ്യമാണ്. സോ പെട്ടെന്ന് നന്നായി ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് എന്നിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും പറ്റാനാവട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കാം. ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കാൻ അമ്മയുണ്ട്. ഹെൽപ്പ് ഇപ്പൊ അമ്മ എന്റെ കസിൻസോ അങ്ങനെ ആരെങ്കിലും വന്ന് അങ്ങനെ സഹായിക്കും. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. പൈസ ഒരുപാട് അത് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവം സഹായിച്ച് എനിക്ക് ചേച്ചിനെ നോക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് അതില് മറ്റുള്ളവർക്ക് പ്രശ്നം കൊടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഒരു ടൈം വരെ എല്ലാവരും സഹായം ഉണ്ടാവും. 1 year ഇന്നലെ ആയി. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നല്ലോ ആ ഒരു ദിവസം. അതെനിക്കത് ഓർക്കാൻ പോലും ഇഷ്ടമല്ല ബ്രോ. കൂടുതൽ ഇല്ല താങ്ക് യു.